മൂപ്പ, ശാസ്ത്രം കണക്കാണ്. കൂട്ടിയാലും കഴിച്ചാലും കീറുകൃത്യം. പക്ഷേ അളവൊത്ത് ആകാരവടിവുള്ള ശരീരം സൃഷ്ടിക്കാൻ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ വിചാരിക്കണം. അങ്ങനെ നോക്കുമ്പോ മൂപ്പനും ഒരു ബ്രഹ്മാവ് തന്നെ. നമ്മുടെ മനസ്സിലുള്ള ചിത്രത്തിന് രൂപം നൽകാൻ മാതൃകയായി മൂപ്പന്റെ മകൾ നീലി തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചിത്രമെഴുത്ത് പൂർത്തിയാകുന്നതുവരെ നീലി കൊട്ടാരത്തിൽ പാർക്കട്ടെ. നാളെ തന്നെ രചന തുടങ്ങാം. നീലിയെ കൊട്ടാരത്തിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇല്ല, നീ പോവേണ്ട. ഞാൻ സമ്മതിക്കൂല. ഈ ராசாக்கமாரி ചീത്തയാ. ஏனறியா? ஆனா ராசா சொன்னா சம்மதிச்சுதான் ஆகணும். இல்லைன்னா உனக்கு எனக்கு ஊர்வலுக்கு வரும். அப்புறம் ராசா கொன்னுடும். சும்மா ஒன்றும் ஆகாது. நீலி, நீ அங்க போக கூடாது நீலி. அது எனக்கு பிடிக்கல. அப்பா சம்மானம் வாங்கி சம்மதம் போட்டாச்சு. போய்தான் ஆகணும். ஆனா ஏனொரு காரியம் சொல்லட்டுமா? என்ன? காட்டிலானாலும் கொட்டாரத்திலானாலும் என் மனசுல எப்போ நீதான் இருக்கும். அது எனக்கு தெரியும். தினமும் உன்னை பார்க்காம என்னால் இருக்க முடியாதே. சரி, ராத்திரி யாரு கண்ணையும் படாம நான் கொட்டாரத்துக்கு வரேன். ஐயோ വേണ്ട ഉദയ. വരും, ഞാൻ വരും. யார் எதிர்த்தாலும் வரும். ராசா எதிர்த்தாலும் வரும். என்னால் பார்க்காம இருக்க முடியலையே.
இன்னும் எவ்வளவு நாள் தான் நம்ம யாருக்கும் தெரியாம இப்படி சந்திக்கிறது? நீலி, കൊടും ക്രൂരതയ്ക്കിരയായ നീലിയുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ ഇവിടെയൊക്കെ അലഞ്ഞു നടന്നു. ദുർമരണങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറി. നിവർത്തിയില്ലാതെ തിരുമനസ് കൊട്ടാരം തന്ത്രികളായ വടക്കേടൻ നമ്പൂതിരിയെ വരുത്തി. 27 ദിവസം നീണ്ടു നിന്ന പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം വടക്കേടൻ നീലിയെ തളച്ചു. ആ നീലിയെയാണ് ഈ കുട്ടി സ്വതന്ത്രയാക്കി വിട്ടത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ഏത് പാതാളത്തിലാണോ? அப்படியே சார். അവിടെ ആളെ കാണാതായിട്ട് എത്ര നാളായിന്നാ പറഞ്ഞേ? 2. ഇഡിയറ്റ്സ്. ഒരുമിച്ച് സ്റ്റഡി ടൂറിന് വന്ന ഗ്രൂപ്പ് ഒരുത്തൻ 2 ദിവസത്തിന് മുമ്പ് മിസ്സാവുന്നു. എന്നിട്ട് ഇത്രയും ലേറ്റായി പോലീസ് ഇൻഫോം ചെയ്യുന്നു. ഹംസേ, ഇതിനെന്താ ചുറ്റിക്കളി ഉണ്ടല്ലോ? ഉണ്ട് സാർ. Let us see. ഹംസ, സറൗണ്ടിങ്സ് എല്ലാം ഒന്ന് സെർച്ച് ചെയ്യണം. 20 സാധനം വല്ലതും ഉണ്ടോ നോക്കി. ആ, എല്ലാവരും അങ്ങോട്ട് മാറിയേ, മാറിക്കടേ. നിങ്ങളാരാ? ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ശങ്കരനാരായണൻ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? സ്റ്റഡി ടൂറിന് വന്നതാ. 2 ദിവസം മുമ്പ് ഈ മരിച്ചിടക്കുന്ന പയ്യനും നിങ്ങളെയും കൂടി സിറ്റിയിൽ വെച്ച് കണ്ടതായി വാച്ച്മാൻ പറഞ്ഞു. ശരിയാണോ? അതൊക്കെ തെറ്റായ ഇൻഫർമേഷനാണ്. സത്യം പറയണം, അല്ലെങ്കിൽ ഞങ്ങളാകെ വിഷമിച്ചിരിക്കുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെയൊക്കെ ചോദിക്കണം? തന്നെ മടിയിലിട്ട് കൊഞ്ചിക്കണോ? നിങ്ങളൊരു പ്രൊഫസർ അല്ലേ മിസ്റ്റർ? ഇവിടെ നടന്ന സംഭവത്തിന്റെ ഗൗരവം എന്താണെന്ന് അറിയോ? അറിയാം സാർ, അതുകൊണ്ടാണല്ലോ സ്റ്റേഷനിൽ അറിയിച്ചേ. ഏതാ ഈ അവതാരം? ഞാനൊരു അധ്യാപകനാണ്. ആണോ? പേര് ജോസഫ് എരുമേലി. എരുമയായാലും കൊള്ള, പശുവായാലും കൊള്ള, കൊല ചെയ്താണെന്ന സംശയത്തിന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ എല്ലാത്തിനെ പിടിച്ചകത്താക്കിയ കൂമ്പിളക്കി കളയും ഞാൻ. ആ സ്റ്റുഡൻസിനെ എല്ലാവരും വിളിക്കും. ടീച്ചർ, എല്ലാവരും ഇങ്ങോട്ട് വരൂ. നീങ്ങ മാറിക്കടേ. സ്റ്റുഡൻ്റ് ആണോ? അല്ല, ടീച്ചറാ. വെരി ഗുഡ്.
ബൈ ദ ബൈ യുവർ ഗുഡ് നെയിം? മാലിനി. മാലിനി. സ്ത്രീകൾ ആരെയും എനിക്ക് സംശയമില്ല എന്ന് കരുതരുത്. വിശദമായി ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് പിന്നീടായോ? അപ്പൊ ടീച്ചർ, സത്യത്തിൽ ഈ പയ്യൻ എന്താ സംഭവിച്ചത്? ഞങ്ങൾക്കറിയില്ല സാർ. ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. അങ്ങനെ മാറിക്കടേ. സാർ, എന്താടോ? ഈ പരിസരം മുഴുവൻ സെർച്ച് ചെയ്തു സാർ. തൊണ്ടി സാധനങ്ങളൊന്നും കിട്ടിയില്ല. താൻ ആ ബോഡി ഒന്ന് ചെക്ക് ചെയ്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. പെട്ടെന്ന് വേണം. ശരി സാർ.